കോതമംഗലത്തും കീരമ്പാറയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ആനപ്രദേശത്ത് വലിയ കൃഷിനാശവും ഉണ്ടാക്കി. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ആളുകൾ ഒച്ച വെച്ച് ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഈ ജനവാസ മേഖലയിൽ നിന്ന് ആനകൾ പിൻവാങ്ങിയിട്ടുണ്ടോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിരുന്നോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പുലർച്ചെയാണ് കാട്ടാന ഇറങ്ങിയത്. കോതമംഗലത്ത് 2-ാം വാർഡിൽ, കീരമ്പാറ പഞ്ചായത്തിലെ 2-ാം വാർഡിലാണ് ഈ കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഇക്കാര്യങ്ങൾ കാട്ടാനയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. നേരത്തെ ഈ ജനവാസ മേഖലയിലായിരുന്നു, അതായത് കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്നതിനിടയിലാണ് കാട്ടാന ഇറങ്ങിയത്. അവിടെ നിന്ന് ഇപ്പോൾ അല്പം മാറിയിട്ടുണ്ട്, വനപ്രദേശത്തേക്ക് അല്പം ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും പോയിട്ടില്ല എന്ന വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് കാട്ടാനയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തുന്നത്. പ്രത്യേകിച്ചും ഈ കോതമംഗലത്തെ പലയിടങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാണ്. പലതവണ അവർ പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിമർശനവും ശക്തമാണ്. ഇതിനിടയിലാണ് ഈ ആളുകളുടെയൊക്കെ ഈ കാർഷിക വിളകളൊക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഈ വളർത്തുമൃഗങ്ങളുടെ കൂടടക്കം തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ചിടത്തോളം പലർക്കും അവരുടെ നിത്യവൃത്തി അല്ലെങ്കിൽ നിത്യവരുമാനം എന്ന് പറയുന്നത് തന്നെ കൃഷിയാണ്. അങ്ങനെ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പുലർച്ചെയും രാത്രിയും ഒക്കെ ഇറങ്ങി കാട്ടാനകളും വന്യമൃഗങ്ങളും കൃഷി നശിപ്പിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. നമുക്ക് അവിടെ നിന്നുള്ള ഒരു പ്രതികരണം കൂടി ലഭ്യമാണ്, അതിലേക്ക്. ഇപ്പൊ ആനകൾ വന്ന് നമുക്കറിയാം ജനവാസ മേഖല, ഇപ്പൊ 2-ാം വാർഡ്, ഈ 2-ാം വാർഡിൽ അതായത് നിരവധി ആളുകൾ വസിക്കുന്ന മേഖലയിലേക്ക് ആന കടന്നിരിക്കുക. പക്ഷെ ഞങ്ങൾ ഇത് പലവട്ടം പറഞ്ഞ് ഞങ്ങൾ മടുത്തു. ഇത് കാരണം ഇതിനകത്ത് വനം വകുപ്പ് യാതൊരുവിധ നടപടി എടുക്കുന്നില്ല. ഇവിടുത്തെ കൃഷി അടക്കമുള്ള വളർത്തു മൃഗങ്ങളെ അടക്കമുള്ള ജീവികളെ ആക്രമിക്കുന്നത് ആളുകളുടെ ഇടയിൽ വലിയ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. ഇതിനൊരു ഫലപ്രദമായ ഒരു നടപടി എടുക്കാൻ ഇവിടുത്തെ വനം വകുപ്പിന് കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു പരിതാപകരമായ അവസ്ഥ. കുറെ വാഴകളും ഒക്കെ വെട്ടി കടിച്ചു പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒത്തിരിയേറെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കയറിപ്പോവുകയും തിരിച്ചാന കാട്ടിലേക്ക് തന്നെ കയറി പോവുകയും ചെയ്തു. അപ്പോഴത്തേനും ഫോറസ്റ്റിൽ നിന്ന് ആള് വന്ന് പടക്കം പൊട്ടിച്ച് പിന്നീട് ആനയെ കണ്ടിട്ടില്ല. അടുത്തെവിടെയൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയ ആനകള് അത് ജനവാസ മേഖലയിൽ നിന്ന് അടുത്ത് തന്നെ സമീപത്തുള്ള നമ്മുടെ കാട്ടിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതുങ്ങളെ രാവിലെ തുരത്തി ഉൾക്കാട്ടിലേക്ക് വിടാനുള്ള ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തു വരുന്നു. അതുങ്ങളെ സുരക്ഷിതമായിട്ട് കാട്ടിലേക്ക് കയറ്റി വിടാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഇപ്പം ചെയ്യാൻ പോണത്.